Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുറുക്കാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന മുറുക്കാണ്. നമ്മുടെ കയ്യിലൊക്കെ എപ്പോഴും സ്റ്റോക്ക് ആയിട്ടുള്ള പച്ചരിപ്പൊടി, പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി അങ്ങനെയുള്ള പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ മുറുക്ക്. വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. നമുക്കിവിടെ മുറുക്ക് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ നല്ല ഫൈനായിട്ടുള്ള പച്ചരിപ്പൊടി, പത്തിരിപ്പൊടിയാണ്, പത്തിരി ഇടിയപ്പപ്പൊടി അതൊക്കെ എടുക്കാം. നല്ല ഫൈനായിട്ടുള്ള പച്ചരിപ്പൊടി ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 3:1 എന്ന കണക്കിലാണ് ഇടുന്നത്. ഇത് 1.5 കപ്പ്. അപ്പോൾ ഇനി 1/2 കപ്പ് ഉഴുന്ന് പൊടി, ഉഴുന്ന് പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ 1.5 കപ്പ് പച്ചരി പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഉഴുന്ന് പൊടിച്ച്, ഉഴുന്ന് വറുത്ത് നന്നായിട്ട് മിക്സിയിൽ വെച്ച് തന്നെ ഞാൻ പൊടിച്ച് ഒന്ന് അരിച്ച് എടുത്തതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ പച്ചരിപ്പൊടിയിൽ 1.5 കപ്പ് പച്ചരിപ്പൊടിയും 1/2 കപ്പ് ഉഴുന്ന് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും എള്ളും കൂടെ ചേർത്തു. ഇനി വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകാതെ സ്മൂത്തായി കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടി. എന്നിട്ട് നല്ല പോലെ ഒന്ന് നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് നമുക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ ചെറിയ പീസുകളായി ബട്ടർ പേപ്പറിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും മതി. എന്നിട്ട് നമ്മൾ സേവനാഴിയുടെ ഈ 3 ദോരമുള്ള ഈ ചില്ലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പിഴിഞ്ഞെടുത്താൽ ഇത് ഇങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട്. ഇതെനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡായിട്ട് തോന്നി. ഇത് നിങ്ങൾ യൂഷ്വലി വേറെ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണ ചൂടായി, നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സൈഡ് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പാനാണെങ്കിൽ 3ഉം 4ഉം ഒക്കെ ഒന്നിച്ചിടാം. ചെറിയ പാനായതുകൊണ്ട്
ഇത് നന്നായിട്ട് റെഡി ആകുമ്പോൾ ഈ ബബിൾസൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായി വരാനായിട്ട് നമ്മൾ മാക്സിമം ശക്തി കൊടുത്ത് അതിനെ ഒന്ന് കുഴച്ചെടുത്താലേ നമുക്ക് മുറുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ മാവിൽ നെയ്യാണ് കൂടെ. ആദ്യം ഞാൻ വെളിച്ചെണ്ണ ചേർക്കാമെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത്, വെളിച്ചെണ്ണ ചേർത്തില്ല. നെയ്യ് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിവിടെ റെഡിയായി. നമുക്കിനി ഇതെടുക്കാം. റെഡിയായി. നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ